നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM പാർട്ടിക്ക് പഴയ കെട്ടുറപ്പൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അണികൾ തമ്മിൽ തല്ലുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്. അച്ചടക്കവാളുമായി ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾക്കെത്തുന്ന സംസ്ഥാന നേതാക്കൾക്ക് നേരെയും കയ്യാങ്കളി. ഒടുവിൽ സംസ്ഥാന നേതാക്കളെ ലോക്കൽ കമ്മിറ്റിയും അംഗങ്ങളുമൊക്കെ ചേർന്ന് പൂട്ടിയിടുന്ന കാഴ്ച. സംസ്ഥാന സമ്മേളനം നടക്കേണ്ട കൊല്ലം ജില്ലയിലെ ലോക്കൽ സമ്മേളനങ്ങളാണ് ഇപ്പോൾ അലങ്കോലമാകുന്നത്. നേതൃത്വം കടുത്ത അതൃപ്തിയിലും ആശങ്കയിലുമാണ്. ഇന്നലെ നടന്ന കുലശേഖരം നോർത്ത് ലോക്കൽ സമ്മേളനമാണ് ബഹുവിശേഷം. തർക്കത്തെ തുടർന്ന് ആദ്യം അലങ്കോലപ്പെട്ടു. ലോക്കൽ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പുണ്ടായതോടെയാണ് സംഘർഷം രൂക്ഷമായത്. പിന്നീടാണ് വലിയ സംഭവ വികാസങ്ങൾ. സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ, കെ സോമപ്രസാദ് എന്നിവർക്കെതിരെ ഒരു വിഭാഗം മുദ്രാവാക്യമുയർത്തി. പിന്നീട് ഇവരെ ഒരു ഹാളിൽ പൂട്ടിയിട്ടുവെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എതിർപ്പുകൾ അവഗണിച്ച് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തതിനെതിരെ സമ്മേളന ഹാളിന് പുറത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ അടക്കമാണ് പ്രതിഷേധക്കാർ ഹാളിൽ പൂട്ടിയിട്ടത്. വിഭാഗീയത രൂക്ഷമാണിപ്പോൾ കരുനാഗപ്പള്ളിയിൽ. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള മറ്റ് ലോക്കൽ സമ്മേളനങ്ങളും അലങ്കോലപ്പെടുന്ന കാഴ്ച. ലോക്കൽ കമ്മിറ്റിയിലേക്ക് മത്സരമുണ്ടായതിന് തൊട്ടുപിന്നാലെയാണ് CPM കുലശേഖരം സൗത്ത് ലോക്കൽ സമ്മേളനം നിർത്തിവെച്ചത്. പിന്നീട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ യോഗം വീണ്ടും ചേർന്നു. തുടർന്ന് സമ്മേളനം വീണ്ടും അലങ്കോലപ്പെടുകയും നിർത്തിവെക്കുകയുമായിരുന്നു. കഴിഞ്ഞ 11-ാം തീയതി നടന്ന ലോക്കൽ സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ 19 പേർ മത്സരരംഗത്തെത്തി. ഇതിനെ തുടർന്നാണ് ലോക്കൽ സമ്മേളനം നിർത്തിവെച്ചത്. സാധാരണ നിലയിൽ ലോക്കൽ സമ്മേളനങ്ങളിൽ ഒരു പാനൽ ഔദ്യോഗിക വിഭാഗം അവതരിപ്പിക്കുകയാണ് പതിവ്. എന്നാൽ ഇന്നലെയും കൂടുതൽ പേർ മത്സരത്തിന് വേണ്ടി കടന്നു വന്നു. തങ്ങൾക്കും ലോക്കൽ കമ്മിറ്റിയിലേക്ക് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ പേർ കളത്തിലിറങ്ങിയത് നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചു. തുടർന്നാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ ഒരു കാരണവശാലും മത്സരം അനുവദിക്കില്ല എന്നറിയിക്കുന്നത്. തുടർന്ന് പ്രവർത്തകർ ഇരുചേരികളിലായി തിരിഞ്ഞ് സംഘർഷവും തുടങ്ങി. സമ്മേളന വേദിക്ക് മുന്നിലെ ഗേറ്റ് പൂട്ടിയാണ് ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ മാറ്റണമെന്നതാണ് പ്രവർത്തകരുടെ ആവശ്യം. ആരോപണ വിധേയരെ CPM നേതൃത്വം സംരക്ഷിക്കുന്നുവെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകർ പറയുന്നത്. എത്ര ആരോപണ വിധേയരായാലും അവരെ സംരക്ഷിക്കുക എന്ന ലൈനിലേക്ക് പാർട്ടി അതമ്പതിച്ചിരിക്കുന്നു. ഈ ശൈലിക്കെതിരെയുള്ള പൊട്ടിത്തെറിയാണ് ഇപ്പോൾ കുലശേഖരത്ത് തുടക്കമിട്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇത്തരം പ്രതിഷേധങ്ങൾ ആളിക്കത്തുമെന്ന ഭയം സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. വിഭാഗീയത രൂക്ഷമായ കരുനാഗപ്പള്ളി ഏരിയയിൽ ഇപ്പോൾ CPM അണികൾക്കിടയിൽ വിഭാഗീയത രൂക്ഷമാണ്. ഒപ്പം നേതാക്കൾക്കിടയിലും വലിയ തോതിലുള്ള പൊട്ടിത്തെറി മുന്നിൽ കണ്ടാണ് സംസ്ഥാന സമിതി അംഗങ്ങളെ നിരീക്ഷകരായി അയച്ചത്. അത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കുകയും ചെയ്തു. പഴയതുപോലെ അച്ചടക്കത്തിന്റെ വാളുയർത്തി പാർട്ടി അണികളെ ഭയപ്പെടുത്തി നിർത്താൻ കഴിയില്ല എന്ന് CPM സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തിരിച്ചറിയുന്നു. ഭാരവാഹികളായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തി. പീഡനക്കേസ് പ്രതിയെ CPM ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തുവെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇയാൾ പെണ്ണിനെ പീഡിപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം തങ്ങളുടെ പക്കലുണ്ട് എന്ന് ചില പ്രവർത്തകർ പറയുന്നു. ഒരു വനിതാ പ്രവർത്തകയുടെ കയ്യിൽ പിടിച്ച് തിരിച്ച സംഭവവും ഇപ്പോൾ പ്രവർത്തകർ ഉയർത്തിക്കാട്ടുന്നു. പെണ്ണുപിടിയനാണ് അയാൾ പെണ്ണിനെ പീഡിപ്പിക്കുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, ചാനലുകൾക്ക് വേണമെങ്കിൽ തരാം എന്നാണ് ചില CPM പ്രവർത്തകർ പറയുന്നത്. മുൻ രാജ്യസഭാംഗവും സംസ്ഥാന സമിതി അംഗങ്ങളുമായ B. സോമപ്രസാദ്, കെ രാജഗോപാൽ തുടങ്ങിയവർ സമ്മേളനത്തിലെത്തി ആദ്യം അവരെ ഹാളിനുള്ളിൽ പൂട്ടിയിട്ടു. ഏറെ നേരത്തിന് ശേഷം ഇവരെ തുറന്നുവിട്ടുവെങ്കിലും വാഹനം CPM പ്രവർത്തകർ നടുറോഡിൽ തടഞ്ഞിട്ടു. മുന്നിൽ കിടന്നാണ് പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രാധാമണിയെ പിൻവാതിലിലൂടെ പ്രവർത്തകർ പുറത്തിറക്കി. ആരോപണ വിധേയരായ 2 പേരെ ലോക്കൽ സെക്രട്ടറിമാർ ആക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരം പ്രശ്നങ്ങൾ തുടങ്ങിയതും പിന്നീട് ആളിക്കത്തിയതും. ഡിസംബർ 2-ന് ഏരിയ സമ്മേളനം ആരംഭിക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ലോക്കൽ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ വലിയ വിവാദമാകും എന്ന് മുന്നിൽ കണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്താനാണ് നേതൃത്വം നിർദ്ദേശിച്ചത്. PR വസന്തനെ അനുകൂലിക്കുന്ന HA സലാം, ഉണ്ണികൃഷ്ണപിള്ള എന്നിവരെയാണ് കുലശേഖരം സൗത്ത്, കുലശേഖരപുരം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വനിതാ നേതാക്കൾ അടക്കം രംഗത്തെത്തി. പെണ്ണുപിടിയനെ ലോക്കൽ സെക്രട്ടറിയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കുലശേഖരത്തും കരുനാഗപ്പള്ളിയിലും കള്ളുകുടിയന്മാർക്കും പെണ്ണുപിടിയന്മാർക്കുമാണ് പ്രസ്ഥാനം കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. ഈ പ്രസ്ഥാനം ഇതുപോലെ പോയാൽ നശിച്ച് നാമാവശേഷമാകുമെന്ന് അണികൾ പറയുന്നു.
വനിതാ സഖാക്കന്മാർക്ക് മാനം മര്യാദയോടെ അന്തസ്സായി പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണിവിടെ. മാന്യമായ പ്രസ്ഥാനമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. CPM തത്വശാസ്ത്ര അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 21 വർഷമായി പാർട്ടിക്കായി തങ്ങൾ കഷ്ടപ്പെടുകയാണ്. പാർട്ടിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാത്തത് അച്ചടക്ക നടപടിയെ ഭയന്നിട്ടല്ല, മറിച്ച് പാർട്ടി നിലനിൽക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ്. എന്നാൽ ഒന്നിനൊന്ന് ക്ഷയിക്കുന്ന പാർട്ടിയെ മുന്നിൽ കാണുമ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്നതാണ് അണികളുടെ നിലപാട്. അപൂർവമായിരുന്നു ഇത്തരം കാഴ്ചകൾ CPMൽ. എന്നാൽ കൊല്ലം ജില്ലയിലെ പല ഭാഗങ്ങളിലും പ്രവർത്തകർ വിസ്ഫോടനപരമായി പൊട്ടിത്തെറിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ. CPM സംസ്ഥാന കമ്മിറ്റി അക്ഷരാർത്ഥത്തിൽ കരുനാഗപ്പള്ളി കുലശേഖരത്തെ ഈ നീക്കങ്ങളിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഒപ്പം പാർട്ടിയിൽ ആശങ്ക കനക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.